ദർശനത്തെ കുറിച്ച് നമ്മളുടെ ഈ സീരീസിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു തവണ ഇവിടെ നിന്ന് കേട്ടാകൊള്ളാന്നുണ്ടായിരുന്നു. അപ്പം ഇതില് ശൂന്യതയും നമ്മൾ അന്നത്തെ ഡിസ്കഷനിൽ സംസാരിച്ചിരുന്നു, സത്യജിത്ത് ആനന്ദമായിട്ട് ബന്ധപ്പെടുത്തി. ഈ ശൂന്യതയുടെ കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പലപ്പോഴും വേദാന്തികൾക്ക് ശൂന്യത എന്ന് പറയുന്നത് ഒരു ബാലികാറാമലയാണ്. വേദാന്തികൾ ശൂന്യതയെ അക്സെപ്റ്റ് ചെയ്യില്ല. ശൂന്യത എന്ന് പറയുന്നത് ഒരസത്യമാണ് എന്ന് വിചാരിക്കുന്നു. എന്നാൽ എന്ത് കാര്യത്തിനും ഒരു ശൂന്യത ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗതമ ബുദ്ധൻ്റെ കാലത്തിന് ശേഷം ശൂന്യവാദം ശക്തിപ്പെടുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്നതിനായിട്ട് വേദാന്തികൾ പല വാദങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവയെല്ലാം ആവശ്യവുമായിരുന്നു. കാരണം ശൂന്യവാദം മനസ്സിലാകുന്ന ഒരു മനുഷ്യമസ്തിഷ്കമല്ലായിരുന്നു അന്നത്തെയല്ല ഇന്നത്തെയും മനുഷ്യർക്കുള്ളത്. അപ്പോൾ ആ മസ്തിഷ്കത്തിലേക്ക് മനസ്സിലാകാത്തൊരു വാദം കുത്തിക്കയറ്റുന്നത് കൊണ്ട് നേരെ വിപരീതമായ ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രീ ശങ്കരാചാര്യ പോലുള്ള വേദാന്തികൾ അവരുടേതായ വാദമുഖങ്ങൾ നിരത്തി ശൂന്യവാദത്തെ എതിർക്കുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിലപ്പെട്ട പല കാര്യങ്ങളും ശൂന്യവാദികളുടെ സമയത്ത് നശിപ്പിച്ച് കളയുമെന്നുള്ള ഭയവും ഉണ്ടായിരുന്നുവെന്ന് കാണുന്നു. ശൂന്യവാദികളുടേതായ പല ഗ്രന്ഥങ്ങളും മഹായാന, ഹീനയാന അല്ലെങ്കിൽ തേരവാട തർക്കത്തിനിടയിൽ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഹീനയാനം യഥാർത്ഥ ബുദ്ധിസവും ബുദ്ധദർശനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറയാം. എന്നാലും തികച്ചും അത് സത്യമായിട്ട് ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നു പറയാൻ സാധ്യമല്ല. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പം അത്തരത്തിലൊരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഡിഫൻസ് എടുക്കുകയും ആ ഡിഫൻസ് കാലക്രമേണ ബുദ്ധമതത്തെ ഈ മെയിൻലാൻഡിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണ് ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ശൂന്യവാദം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് വേദാന്തികൾ മുന്നോട്ട് വന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് വേദാന്തികളുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ശൂന്യവാദത്തെ തളർത്തുക എന്നുള്ളതായിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ശൂന്യവാദത്തിലേക്ക് പോകുന്നവർ വളരെ കുറവാണ്. ശൂന്യവാദത്തിലേക്ക് എത്താൻ സാധ്യമല്ല. എൻ്റെ വിശ്വാസം അദ്വൈത വേദാന്തം മനസ്സിലാക്കിയതിന് ശേഷമേ ശൂന്യവാദം പഠിച്ചു തുടങ്ങാൻ പോലും സാധ്യമാവുകയുള്ളൂ. മനുഷ്യൻ്റെ മസ്തിഷ്കം ഇനിയൊരു 2000 വർഷങ്ങൾക്ക് ശേഷമേ അതിനുള്ള പാകതയിൽ എത്തിച്ചേരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബുദ്ധന്മാർ പലയിടത്തും ബോധപ്രാപ്തരായിരിക്കുന്ന ഒരു ശൂന്യതയുടെ എത്തിനോട്ടങ്ങൾ സാധ്യമാക്കിയേക്കാം. പക്ഷേ ബഹുജന സമക്ഷം അതൊരു വാദമായി അവതരിപ്പിക്കാൻ നമുക്കിനിയും ബാല്യമുണ്ട്. അപ്പോൾ ഈ അത്തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോഴും അതേ മസിൽ പിടുത്തമുണ്ട്. പലതും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ
കണ്ണടച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളെ മാത്രം വെച്ചുകൊണ്ട് അനുഭവം ഒന്നുമില്ലാതെ തർക്കിക്കുന്നവരുണ്ട്. നല്ലത് തന്നെയാണ്, അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ശാസ്ത്രത്തിലുള്ള ശ്രദ്ധ എന്നുള്ളത് ആവശ്യം ഒരു സാധകനുണ്ടാകേണ്ട, സത്യാന്വേഷിക്കുണ്ടാകുന്നൊരു ഗുണം തന്നെയാണെന്ന് നമുക്ക് കരുതാം. നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നാസദീയ സൂക്തമാണ് വാസ്തവത്തിൽ ഇല്ലായ്മയുടെ, അസത് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത്. വളരെ ദൂരെ കൂടെ പല ഉപനിഷത്തുകളിലും സൂക്തങ്ങളിലും വേദസൂക്തങ്ങളിലും ഈ സത്യത്തെക്കുറിച്ച് സൂചനകളുണ്ട്. എന്നാൽ പ്രകടമായിട്ടുള്ള സൂചനയാണ് നാസദീയ സൂക്തത്തിലുള്ളത്. നമ്മൾ നാസദീയ സൂക്തത്തിൻ്റെ ഒരു റിട്രീറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി ഒരിക്കൽ. അന്ന് നമ്മൾ എല്ലാവരും സംസാരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യവുമാണെന്നാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നാലും ഈ അസത്തിൽ നിന്ന് സത്തിലേക്ക് വരുമ്പോൾ, നോൺ എക്സിസ്റ്റൻസിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് വരുമ്പോൾ, അതുവരെ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ എക്സിസ്റ്റൻസ്, അസത്ത് എന്ന് തന്നെ പറയുന്ന അവസ്ഥയിൽ തന്നെ ബോധം സ്ഥിതി ചെയ്യുന്നു. ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്, ഇതെല്ലാ ജ്ഞാനികളും തുല്യ സ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഉന്നതമായിരിക്കുന്നത് ബോധമാണ് എന്നുള്ള കാര്യം. ആ ബോധത്തെ ഇംഗ്ലീഷിൽ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കാം. ആ കോൺഷ്യസ്നെസ്സിനെ മനസ്സിലാക്കാതിരിക്കാൻ നിർബന്ധമുള്ളവർ അതിന് രൂപങ്ങളോ ഭാവങ്ങളോ മൂർത്തി കൽപ്പനകളോ ഒക്കെ ചെയ്യാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അതൊന്നും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആ കോൺഷ്യസ്നെസ്സിൽ നിന്ന്, ആ കോൺഷ്യസ്നെസ്സിന് പ്രത്യേകിച്ച് രൂപഭാവാദികളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ അസതെന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല എന്നർത്ഥം. രൂപഗുണാതീതമായിരിക്കുന്നു, രൂപരഹിതമായിരിക്കുന്നു. അത്തരത്തിലുള്ള അവസ്ഥ അതിനെ ആരോപിച്ചിരിക്കുന്നത് കൊണ്ട് നിർവചിക്കാൻ പോലും ആവാത്ത സ്ഥിതിയിൽ, അതായത് എന്തെങ്കിലും നിർവചിക്കുകയാണെങ്കിൽ ആ നിർവചനം അതിൻ്റെ ഒരു ഗുണമായി മാറും. ഉദാഹരണത്തിന്, ആ ബോധത്തിന് രൂപമില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഗുണമായി മാറും. രൂപമില്ലാത്തതാകുന്നു അതിൻ്റെ ഗുണം എന്ന് വരും. അതിന് ഗുണങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഗുണമായിട്ട് വരും. ഗുണമില്ലാതിരിക്കുന്നു എന്നുള്ളൊരു ഗുണമായിട്ട് വരും. അപ്പോൾ ഒന്നും പറയാനില്ലാതിരിക്കുന്നത് കൊണ്ടാണ് അതൊരു ശൂന്യതയാണ് എന്ന് സൂചിതമാകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായേ മതിയാവുള്ളൂ എന്ന് നമുക്ക് നിർബന്ധം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വളരെ പ്രാഥമികമായിരിക്കുന്ന ആസ്തിക ദർശനങ്ങളിൽ ദേവസങ്കല്പങ്ങൾ ഉണ്ടായിട്ട് അവരവരുടെ ദേവതാ സ്വരൂപത്തിനെ ഏറ്റവും ആദ്യത്തെ സ്രോതസ്സായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്നാണ് അത്തരത്തിലൊരു വിശ്വാസം, ഒരു കണ്ടീഷനിങ്, ഒരു മുൻവിധി ഉണ്ടായിരിക്കുന്നത്. അപ്പം അസത്തായിരിക്കുന്ന ബോധം സച്ചിദാനന്ദങ്ങളായിട്ട് പരിണമിക്കുന്നു. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദം പൊതുവേ സംസാരിച്ചു പോകുന്ന വിഷയമാണ്. എന്നാൽ സച്ചിദാനന്ദത്തെ മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചഘടന പൂർണ്ണമായും മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സത്യം. എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ സത്തെന്ന് വിളിക്കുന്നു. അപ്പം അസത്തിൽ നിന്ന് സത്തുണ്ടാകുന്നു. അപ്പോൾ ശൂന്യതയിൽ നിന്ന് അസ്തിത്വം ഉണ്ടാകുന്നു. അസ്തിത്വം ഉണ്ടാകുന്നതിൽ അത് രണ്ടെണ്ണം ചേർന്നതാണ്. എന്തൊക്കെ ചേർന്നതാണെന്ന് വെച്ചാൽ ചിത്തും ആനന്ദവും.
അറിവും അനുഭവവും എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ തന്നെ പറയാം. ഈ അറിവും അനുഭവവും രണ്ട് ദ്വന്ദ്ങ്ങളാണ്, രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദ്വന്ദ്ം ഉള്ളത് കൊണ്ട് തന്നെയാണ് ദ്വന്ദ്വാതീതം ത്രിഗുണരഹിതം എന്ന് സദ്ഗുരുവിനെ സ്തുതിക്കുന്നതിന് കാരണം. ഈ രണ്ട് ചിദാനന്ദ ദ്വൈതങ്ങൾ, ചിദാനന്ദങ്ങൾ ആകുന്ന രണ്ടെണ്ണവും അല്ല, അവയ്ക്കതീതമായിട്ട് ത്രിഗുണമില്ലാത്തത്, സത്വരജസ് തമോ ഗുണങ്ങളില്ലാത്തതായിട്ട് സദ്ഗുരുവിനെ സങ്കല്പിക്കുന്നതിന് കാരണം ആ ബോധസ്വരൂപനാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ബോധസ്വരൂപനായിട്ട് കാണുന്നു. ഗുണാതീതനും രൂപരഹിതനുമായിട്ടാണ് അഷ്ടാവക്ര ഗീത ഗുരുവിനെ വ്യാഖ്യാനിക്കുന്നത്. ഗുരുവിനെ ഗുണാതീതവും രൂപരഹിതവുമായി ഉയർത്തി കാണിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ഥാനമാണത് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് എങ്ങനെയുള്ളതാണ്? ചിദാനന്ദങ്ങൾക്കും ആ ദ്വന്ദ്വങ്ങൾക്കും അതീതമായിട്ട്, സത്തിനതീതമായിട്ടുള്ള പൂർണ്ണമായ ബോധമാണ് ഗുണരഹിതവും രൂപരഹിതവുമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ബോധസ്വരൂപമായിട്ടാണ് ഗുരുവിനെ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അഷ്ടാവക്ര ഗീത ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളുമായി വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അത് ചിദാനന്ദ സ്വരൂപങ്ങളായിട്ട് സത്ത് ഉത്ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സത്ത് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ്, ഉണ്ടായിരിക്കുന്ന അവസ്ഥ, ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേര് ഉണ്മ. ഞാൻ അന്ന് സൂചിപ്പിച്ചു, നന്നായിരിക്കുന്ന അവസ്ഥയെ നന്മ എന്ന് പറയുന്നത് പോലെ ഉണ്ടായിരിക്കുന്ന അവസ്ഥ ഉണ്മ. അതാണ് ഉണ്മയെന്ന്. ഉണ്മ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചത്. അത് സത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എക്സിസ്റ്റൻസിനെ. ഇതിനെ വേദാന്തികൾ അസ്ഥി എന്നും പറയും. അസ്ഥി, ഭാതി, പ്രിയം, ഇങ്ങനെ മൂന്നായിട്ടും വേദാന്തത്തെ തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അസ്തിത്വം എന്ന് പറയുന്നത് സത്ത് ചിദാനന്ദ സ്വരൂപങ്ങളായിരുന്നു. ഈ ചിദാനന്ദ സ്വരൂപങ്ങളിൽ നമ്മൾ ആദ്യം പറയുന്നത് ചിത്തായതുകൊണ്ട് തന്നെ ഒരിരട്ട പ്രസവിക്കുമ്പോൾ അതിലൊന്ന് ആദ്യവും പിന്നെ രണ്ടാമതും എന്ന് പറയുന്നത് പോലെ ചിത്ത് ആദ്യവും ആനന്ദം രണ്ടാമതും ഉണ്ടായി എന്ന് അനുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും ആദ്യം അവയർനെസ് അഥവാ ചിത്ശക്തി, അറിവ് ഉണ്ടാകുന്നു, അതിന് ശേഷം അനുഭവം ഉണ്ടാകുന്നു. ഇത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ അറിവുണ്ടായി ദീർഘകാലത്തിന് ശേഷം അനുഭവം ഉണ്ടാകുന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട. അറിവിൽ നിന്ന് അനുഭവമാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നു. ഈ അനുഭവത്തിന് വേണ്ടിയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്. അഥവാ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുഭവപൂർണമാണ്, അനുഭവത്താൽ മുഖരിതമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ അനുഭവങ്ങൾ, കോടിക്കണക്കിന് വിഷയങ്ങളിലുള്ള അനുഭവങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന ഒരു സംസ്ഥയാണ് പ്രപഞ്ചം. അപ്പം പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു താഴോട്ടിറങ്ങി വരലാണ്. അറിവിൻ്റെ സ്ഥാനത്ത് നിന്ന് താഴോട്ടിറങ്ങി വരുന്നതാണ്. അതിനൊരു ഗതികോർജവും കൂടിയുണ്ട്. ആ ഗതികോർജമാണ് പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. ഇതിനെ പ്രൈമോഡിയൽ കൈനറ്റിക്സ് എന്ന് വിളിക്കാം. ഈ പ്രൈമോഡിയൽ കൈനറ്റിക്സ് കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ചലനം എന്ന് പറയുന്നത് തരംഗസഹിതമായിരിക്കുന്ന ആനന്ദമാണല്ലോ പ്രപഞ്ചമായിട്ട് മാറുന്നതെന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദമാണ്. എല്ലാ ആനന്ദഭാവങ്ങളുടെയും കൂടെ ശബ്ദമുണ്ട്. അത് വേദനയായിരുന്നാലും ശരി, സുഖമായിരുന്നാലും ശരി. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആനന്ദമെന്നിവിടെ ഉദ്ദേശിക്കുന്നത് സുഖമല്ല. പല ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളും പല വേദാന്ത വ്യാഖ്യാനങ്ങളും സുഖത്തെക്കുറിച്ച് ആനന്ദവുമായി ചേർത്ത് വയ്ക്കുന്നുണ്ട്. നീ സുഖിയായിരിക്കും എന്ന് അഷ്ടാവക്ര ഗീതയിൽ പോലും പറയുന്നതായിട്ട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അത് സുഖിയായിരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, ആനന്ദവാനാവുക, അനുഭവസ്ഥനാവുക, അനുഭവത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക, ധൈര്യമായിട്ട് അനുഭവിക്കുക എന്നാണ് അവിടെ അർത്ഥം. അല്ലാതെ സുഖിക്കുക എന്നുള്ളതല്ല. മറ്റ് സംസ്കാരങ്ങൾ ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ സുഖത്തിന് വേണ്ടിയുള്ള താല്പര്യം ദാർശനിക ചിന്തകളിലും കടന്നുകൂടുകയും അങ്ങനെ സുഖലബ്ധിയാണ് ഒരാധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന മറ്റ് പലരുടെയും ചിന്തകളെ നമ്മൾ കടമെടുക്കുകയും ചെയ്യിടത്താണ് ഈ അപജയം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗൗതമബുദ്ധൻ വളരെ സൂക്ഷിച്ച് വേദന എന്നൊരു വാക്ക് തന്നെ അനുഭവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആനന്ദമെന്ന് ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ വേദന എന്ന് പറയുന്ന വാക്ക് അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. സുഖ ദുഃഖ അനുഭവങ്ങളുടെ സമ്മിശ്രമായ. അപ്പോൾ ഈ ആനന്ദസ്വരൂപത്തിൽ പ്രപഞ്ചമുണ്ടായി കഴിയുന്നത് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രധാന താല്പര്യമെന്ന് പറയുന്നത് ആനന്ദാനുഭൂതിയാണ്. അത് ഓരോ കണികയിലും, പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും അത് ഉൾക്കൊണ്ടിരിക്കുന്നു. ജീവികളിലോ മനുഷ്യരിലോ മാത്രമല്ല, ഓരോ കണികയിലും സുഖത്തിന് വേണ്ടിയുള്ള, നിലനിൽപ്പിന് വേണ്ടിയുള്ള, സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമുണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ട വിഷയമാണ്. നമ്മളത് കണ്ണ് തുറന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആനന്ദാനുഭവത്തിലേക്ക്, ഈ ആനന്ദത്തിലേക്ക് ആനന്ദത്തിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവപ്പോൾ അത് പതുക്കെയാണ് ചിത് ഭാവത്തിൽ നിന്ന് ആനന്ദഭാവത്തിലേക്ക് ഈ ജീവികൾ കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സഞ്ചാരം, പ്രപഞ്ചത്തിൻ്റെ പരിണാമം, ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പരിണാമം. The universe evolves from awareness to experience എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. Initially there was experience at prime, then experience followed. അപ്പോൾ ആദ്യം അവയർനെസ്, അറിവ്, ജ്ഞാനം, ചിത്ത് ആണ് പ്രധാനമായിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിട്ടുമാറുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ശീലത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആ ശീലത്തിൽ നിന്ന് വിട്ടുമാറാൻ വലിയ പാടാണ്. സ്വതന്ത്രമായി ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മളെ ലോക്ക്ഡൗണിൽ കൂടെ അകത്തിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തികഞ്ഞ അസ്വസ്ഥതയായിരുന്നു. കാരണം നമ്മൾ ശീലിച്ചത് സ്വതന്ത്ര സഞ്ചാരമാണ്. ഇതാണ് നമ്മുടെ രീതി. പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും രീതി ഇതാണ്. ഒരു കൂട്ടിലിട്ടിരിക്കുന്ന മൊബൈലിനെ പെട്ടെന്ന് തുറന്ന് വിടുകയാണെങ്കിൽ അത് പുറത്തിറങ്ങി 10-15 ചാട്ടം കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകും. കാരണം ഹൃദയത്തിന് അതിന് പരിചയമില്ല. അപ്പോൾ ഈ പരിചയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, പ്രപഞ്ചത്തിലെ എല്ലാ കണികകളും. അതുകൊണ്ട് തന്നെ ചിത്തിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലാണ്, വളരെ സാവധാനമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ചിത് ഭാവത്തിലാണ് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഗതി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കേണ്ടി വരും. നമ്മുടെ ഇടയിൽ എന്താണ് പ്രധാനം? സുഖമാണ് പ്രധാനം. നമ്മൾ അനുഭവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയും.
ആര് കണ്ടാലും സുഖമാണോ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അത് സായിപ്പായിരുന്നാലും ശരി, നാടനായിരുന്നാലും ശരി, സുഖമാണോ? ഇതാണ് കുശലപ്രശ്നത്തിലെ പ്രധാന കാര്യം. അടിസ്ഥാനപരമായി സുഖിയായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അതാണ് ആനന്ദസ്വരൂപത്തിൻ്റെ ലക്ഷണം. പ്രപഞ്ചം മുഴുവൻ ഇപ്പോൾ ആനന്ദ താല്പര്യത്തോടുകൂടി ആനന്ദോന്മുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ട് മനുഷ്യനും ജീവികളും സസ്യങ്ങളുമൊക്കെ സ്വസ്ഥതയ്ക്കും സുഖത്തിനും വേണ്ടി, ആനന്ദാനുഭവത്തിന് വേണ്ടി, അനുഭവങ്ങൾ നിലനിന്ന് അനുഭവങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലഘട്ടത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അതല്ലായിരുന്നു. അന്ന് ചിച്ഛക്തിയുടെ വിളയാട്ടം ഉണ്ടായിരുന്നു എന്നർത്ഥം. അന്ന് അറിവിൻ്റെ ലോകത്ത് നിന്ന് അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വളരെ വിമുഖതയുണ്ടായിരുന്നു പ്രാപഞ്ചികമായിരിക്കുന്ന ഓരോ കണികയ്ക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെവിടെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കാം, കണ്ടുപിടിച്ചു വേണം. ആ പ്രാപഞ്ചിക കണികകൾ യഥാർത്ഥഭാവത്തിൽ ചിത്തിൽ നിന്നതുകൊണ്ട് ആ ചിത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് പോകാൻ വിമുഖരായി. ഇത് കഥാരൂപേണ പല ഗ്രന്ഥങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ പിടികിട്ടും. യുഗസങ്കല്പങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയുള്ള 4 യുഗങ്ങൾ ഓരോ മന്വന്തരങ്ങളിലെയും ഈ 72 പ്രാവശ്യം കറങ്ങി വരുന്നതായിട്ടാണ് ഭാരതീയ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അങ്ങനെ 14 പ്രാവശ്യം മന്വന്തരങ്ങൾ ഉണ്ടാകുന്നത്രേ. ഈ 14 മന്വന്തരങ്ങളിലും ഒരു സൈക്കിൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സൈക്കിൾ 72 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അത് 14 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ മാത്രമാണ് ഒരു മഹാപ്രളയം സംഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ അവർ കൃതയുഗമെന്ന് വിളിക്കുന്നു. കൃതയുഗത്തിൽ ചിത് ഭാവത്തിലാണ് പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ട് അവരതിനെ സത്യയുഗമെന്നും പേരിട്ടിട്ടുണ്ട്. സത്യവുമായി അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഓരോ കണികയും. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഓരോ കണികയും ധ്യാനാത്മകമാണെന്നർത്ഥം. അന്ന് ധ്യാനികളും ധ്യാനികളല്ലാത്തവരും ഉണ്ടാകുന്നില്ല. ബുദ്ധന്മാരും ബദ്ധന്മാരും ഉണ്ടാകുന്നില്ല. പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിലെ മുഴുവൻ കണികയും ധ്യാനത്തിലാണ്. മനുഷ്യരായിരുന്നാലും ശരി, അണുക്കളായിരുന്നാലും ശരി. കാരണം അവയുടെ സ്വരൂപത്തിലേക്ക്, പുതിയ സ്വരൂപങ്ങളിലേക്ക് അവർ ആവിർഭവിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആനന്ദ നർത്തനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ മാത്രമാണ്. അവർ ആ ചിത്ഭാവം വിടുന്നത് വളരെ പാടുപെട്ടാണ്. ഇത് വേറൊരിടത്തും സൂചിതമാണ്. ദേവീഭാഗവതമാണെന്ന് എൻ്റെ ഓർമ്മ. അതിനകത്ത് പ്രജാസൃഷ്ടിക്കായിട്ട് ഓരോരുത്തരെയായിട്ട് ഉണ്ടാകുകയും അവരൊക്കെ തന്നെ മാനസപുത്രന്മാരെ ഒക്കെ പ്രവേശം കൊടുത്ത് ജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് നയിച്ച് അവർക്കാർക്കും പ്രജനനത്തിൽ താല്പര്യമില്ലാതാവുകയും ചെയ്തതായിട്ട് ഒരു കഥ പോലെ ദേവീഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലുള്ള മനുഷ്യരെന്ന് മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും സകല കണികകളുടെയും സ്വഭാവത്തെയാണ് അത് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അങ്ങനെ കഥയായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് പതുക്കെയാണ് ആനന്ദത്തിലേക്ക് വന്നത്. പക്ഷെ അതിനും കൂടെ വേണ്ടി ആനന്ദത്തിലേക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഏറ്റവും അവസാനത്തെ സമയം എന്ന് പറയുന്നത് ആനന്ദത്തിന് പ്രാധാന്യമാണ്. ചിത്തെന്ന് പറയുന്നത് മറയുന്നു. ചിത്തെന്ന് പറയുന്നത് വളരെ പുറകോട്ട് പോകുന്നു. അപ്പം ആനന്ദം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത് കൊണ്ട്
ഇതിന് പുറകിലുള്ള സത്യത്തെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ കണികയും മുന്നോട്ട് പോകുന്നതായിട്ട് ഒരു ജഡത്വത്തിൻ്റെ സ്വഭാവത്തിൽ ഇത്രയും രാജസികമായിട്ട് ഇത്രയും ചേതനയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു ജഡത്വം ദൃശ്യമായിട്ടാണ് ഇതല്ല സത്യം, ഇതിന് പുറകിൽ മറ്റൊരു സത്യമുണ്ടെന്ന് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ചിത്ശക്തി നിറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൻ്റെ ഹാങ് ഓവറിൽ കൂടെയാണ് വരുന്നത്. അത് ഓരോ വ്യക്തിയിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓരോ ദുഃഖത്തിലും അവൻ പെടുമ്പോൾ, ഓരോ സുഖത്തിലും അവൻ പെടുമ്പോൾ, അനുഭവത്തിൽ പെടുമ്പോൾ അവൻ ഈ സുഖദുഃഖങ്ങൾക്കിടയിലുള്ള ഒരു ഇടവേളയിൽ അവൻ ഈ ജ്ഞാനഭാവത്തിനെക്കുറിച്ചുള്ളൊരു ഗൃഹാതുരത്വം അവൻ അറിയാതെ ഉണ്ടാകുന്നുണ്ട്. അവൻ അതിനെ തിരസ്കരിക്കാറുണ്ട്. ചിലരതിലോട്ട് ചാഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് അതിനുള്ള ശ്രവണത്തിന് വേണ്ടിയുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ബോധത്തിന് വേണ്ടിയുള്ള ബോധത്തെക്കുറിച്ചുള്ള ബോധനം ഉണ്ടാവുകയും ചെയ്യും. ആ ബോധനത്തെക്കുറിച്ചുള്ള നിരന്തരമായ ബോധനം കൊണ്ട് മാത്രമേ ആനന്ദം മാത്രമല്ല, ഇതിൻ്റെ പുറകിലൊരു ചിത്ശക്തിയുണ്ട്, ഈ അറിവും കൂടെ നേടിയാലേ ഈ ആനന്ദത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാവുകയുള്ളൂ. ഈ വിഷയങ്ങളെന്നുള്ളതൊക്കെ തന്നെയും നമ്മൾ നേരത്തെ ബോധത്തോടു കൂടിയല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഇവയൊക്കെ കാഞ്ഞിരത്തിൻ്റെ പിന്നെ ഇതിലെ ഞാനത് ഉപമ പറഞ്ഞേ ഉള്ളൂ. കാഞ്ഞിരം എന്ന് പറയുന്നൊരു വിഷമാണ് എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നെങ്കിൽ പോലും അതിന് ഔഷധപ്രയോഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നസ്മാമിക്ക എന്ന് പറയുന്ന ഹോമിയോപ്പതി മരുന്ന് തന്നെ അതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷിച്ച് ബോധത്തോടു കൂടി ഉപയോഗിക്കുന്നിടത്താണ് അത് ഔഷധമായി മാറുന്നത്. അതുപോലെ ഈ വിഷയങ്ങളാകുന്ന വിഷയങ്ങളെ സൂക്ഷിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ അവയെ ഉപയോഗിക്കുകയല്ല, അവയെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചലീലയിൽ കൂടി മുന്നോട്ട് അജയ്യാനായിട്ട് പോകാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബോധനം ഉണ്ടാകുന്നത്. ഈ ബോധനം ഉണ്ടായില്ലെങ്കിൽ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന, ആനന്ദാതിരേകത്തിൽ മുഴുകി നിൽക്കുന്ന, അനുഭവങ്ങളുടേതായ ലോകത്ത് നിമഗ്നമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ, പ്രാപഞ്ചികമായിരിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധാരണ മനസ്സുകൾക്ക് സാധ്യമല്ല. അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അത്തരത്തിൽ ഈ ആദ്യത്തെ കാലഘട്ടത്തിൽ മുഴുവൻ ചിത്സ്വരൂപമായി ചിത്ഭാവത്തിലാണ് പ്രപഞ്ചം മുഴുവനെങ്കിൽ പിൽക്കാലത്ത് ആനന്ദഭാവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഈ ചിദാനന്ദങ്ങളെ മറ്റൊരു രണ്ട് കാര്യങ്ങളായിട്ടും കൂടെ ഇത് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നത് താവോ ദർശനങ്ങളിലാണ്. താവോ ദർശനത്തിൽ സത്തിനെ താവോ എന്നും ചിത് ആനന്ദ സ്വരൂപങ്ങളെ ഇൻ യാങ് എന്നും തിരിച്ചിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് ബാലിശമായ ഒരു നഴ്സറി കിൻഡർ ഗാർട്ടൻ ലെവലിലുള്ള ഒരു പുസ്തകം പോലെ തോന്നുമെങ്കിലും വളരെ അഗാധമായിരിക്കുന്ന ദർശനങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഇൻ യാങ്ങുകളാണ് സ്ത്രീ പുരുഷന്മാരായിട്ടാണ് അതിനെ സങ്കല്പിക്കുന്നത്. ചിത്ത് പുരുഷത്വവും ആനന്ദം സ്ത്രീത്വവുമാണ്. പുരുഷൻ അന്വേഷണത്തിൻ്റെ ആൾ, സ്ത്രീ ആനന്ദത്തിൻ്റെ ആൾ, അനുഭവത്തിൻ്റെ ആളുമാണ്. എന്ന് പറഞ്ഞാൽ ലൈംഗികമായൊരു പുരുഷൻ ആനന്ദത്തിൻ്റെ ആളാണ്, ആനന്ദത്തിൻ്റെ ആളല്ലെന്നോ അറിവിൻ്റെ ആളാണെന്നോ അർത്ഥമില്ല. ലൈംഗികമായിരിക്കുന്നൊരു സ്ത്രീ അറിവിൻ്റെ ആളല്ലെന്നോ ആനന്ദത്തിൻ്റെ ആൾ മാത്രമാണെന്നോ അർത്ഥമില്ല. ഇത് ശാരീരികമായിരിക്കുന്ന വ്യതിയാനമല്ല. പ്രപഞ്ചത്തിലെ മൊത്തം കണികകളെ ഈ ചിത്ഭാവത്തിലും ആനന്ദഭാവത്തിലും രണ്ടായി തിരിക്കാം. അവയിലൊക്കെ തന്നെ ചിത് ശക്തിയുടെ ഏറ്റക്കുറച്ചിലും ആനന്ദശക്തിയുടേതായ ഏറ്റക്കുറച്ചിലുകളുമുണ്ട്. ചിത് ശക്തി കയറി നിൽക്കുന്നതിലാണ് ആ പുരുഷത്വം എന്ന് പറയുന്നതുണ്ട്. ആനന്ദശക്തി എന്ന് പറയുന്നത് ഏറി നിൽക്കുന്നതിലാണ് സ്ത്രൈണത എന്ന് പറയുന്നത്. ഒരുവൻ സംഗീതജ്ഞനാണ്, ആ സംഗീതം ഉതിർത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സ്വയം ആനന്ദിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിലെ സ്ത്രൈണത. എന്നാൽ ആ സംഗീത ശാസ്ത്രജ്ഞനായി ഇരിക്കാനുള്ള വ്യഗ്രതയും അതിനുള്ള തയ്യാറെടുപ്പും അതിനുള്ള സാഹസികതയും ഒക്കെ അയാളിലെ പുരുഷത്വം.
ഇങ്ങനെ ഓരോ കർമ്മങ്ങളിലും ഈ ചിദാനന്ദ സ്വരൂപം ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കാതാണ് സച്ചിദാനന്ദം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചിദാനന്ദ സ്വരൂപങ്ങൾ ഇനി അറ്റം വരെ താഴെ വരെ ഉണ്ടെന്നർത്ഥം. ഇത് ഗുരുക്കന്മാരിൽ പോലും ചിദാനന്ദ സ്വരൂപങ്ങളുണ്ട്. ഭാരതത്തിലെ ഇതിഹാസ പുരുഷനായിരിക്കുന്ന ശ്രീരാമനെ ഒരു ചിത്രൂപത്തിലാണ് കാണുന്നത്. അദ്ദേഹം അനുഭവത്തിൻ്റെതായ ലോകത്തല്ല അദ്ദേഹത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ മൂർത്തിയായിട്ടാണ്, ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടാണ്. അദ്ദേഹം ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ട് അറിവിനെക്കുറിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പുരുഷത്വത്തോടുകൂടിയാണ് അദ്ദേഹം കാണുന്നതെന്ന് കാണിക്കുന്നു. ഒരു തരത്തിലുള്ള അലിവുമില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതാരാകുന്നു? അദ്ദേഹമാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരുപാട് ആനന്ദത്തിൽ കൂടി അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത്. ആനന്ദം അനുഭവമാണ്, അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും എന്ന ഭാവത്തിൽ ചിത് രൂപത്തിലാണ്. മറ്റൊരു ഇതിഹാസ പുരുഷനായിരിക്കുന്ന കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ആനന്ദസ്വരൂപനായിട്ട് കാണുന്നു. ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്തയൊന്നും അല്ല അവിടെ അലട്ടുന്നത്. വ്യക്തിപരമായ ബന്ധങ്ങൾ മാത്രമാണ്, അനുഭവമാണ് അവിടെ പ്രധാനം. ആ സ്ത്രൈണമായിരിക്കുന്ന ആകർഷണീയത, സ്ത്രൈണമായിരിക്കുന്ന സ്വഭാവങ്ങൾ, ഇതെല്ലാം വച്ചുകൊണ്ട് സകലവിധമായ ആനന്ദ സ്വഭാവത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അനുഭവങ്ങളുടേതായ തലത്തിൽ കൂടെ പോകുന്നു. കുട്ടിക്കാലത്ത് ജനിച്ചു വീഴുന്നത് മുതൽ അനുഭവങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മരിച്ചു വീഴുന്നത് വരെ അനുഭവങ്ങളാണ്, ഇടവേളകളില്ലാത്ത അനുഭവങ്ങളായി. എന്നാൽ അദ്ദേഹമാകട്ടെ ശ്രീരാമൻ ചിത്മൂർത്തിയായിട്ടിരുന്നു കൊണ്ട് സ്വയം അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ അനുഭവത്തിൻ്റെതായ ജൈത്രയാത്രയ്ക്കിടയിൽ കൃഷ്ണൻ ഗീത പറയുന്നു. ആ ചിത്രൂപം പുറത്തു വരുന്നു. കൃഷ്ണൻ 2 പ്രാവശ്യമാണ് ഗീത പറഞ്ഞിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് അർജുനനോടും പിന്നൊന്ന് ഉദ്ധവനോടും. ഈ 2 പ്രാവശ്യം വാ തുറന്നത് തന്നെ ഇപ്പോഴും നമ്മൾ വ്യാഖ്യാനിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ എന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്നെങ്കിലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുക. അപ്പോൾ അനുഭവത്തിൻ്റെതായ, അതായത് ആനന്ദത്തിൻ്റെതായ രൂപത്തിലിരുന്നെങ്കിൽ പോലും കൃഷ്ണൻ നിറഞ്ഞ ചിദ്രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീരാമൻ അനുഭവത്തിൻ്റെതായ രൂപത്തിലായിരുന്നെങ്കിൽ പോലും നിറഞ്ഞ അനുഭവത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്നും മനസ്സിലാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ടിലും 2 അനുപാതത്തിൽ ആനന്ദ ചിത് രൂപങ്ങളെ നിറച്ചിരിക്കുന്നു. പ്രകൃതി മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. പ്രകൃതിയിൽ മുഴുവൻ ഇത്തരം കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കും. ഏത് ഗുരുക്കന്മാരിലും ഇത് നിറഞ്ഞിരിക്കും. ചിലർ ചിദ്രൂപത്തിലായിരിക്കും, ചിലർ ആനന്ദ സ്വരൂപത്തിലായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചിരിക്കുന്നു സാർ, ധ്യാനം ചിത്ഭാവത്തിലേക്കുള്ള യാത്രയാണോ അല്ലെ ആനന്ദത്തിലേക്കുള്ള യാത്രയാണോ? ധ്യാനിക്കുന്ന ആൾ ആനന്ദഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് ആനന്ദഭാവത്തിൽ നിന്ന് ചിത്തിലേക്ക് കൊണ്ടുപോകുന്നു. ചിത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് കൊണ്ടുപോകും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമമായിരിക്കുന്ന ബോധാവസ്ഥ എന്ന് പറയുന്നത് ഒരു സന്തുലിതാവസ്ഥയാണ്. അവിടെ ചിത്തും ആനന്ദവും സമ്മേളിച്ച് സന്തുലിതമായി ചിദാനന്ദ സ്വരൂപമായിട്ട് സത്തിലെത്തുന്നു. അപ്പോൾ അതെത്തുന്നതിന് വേണ്ടി ചിത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അത് ആനന്ദത്തിലേക്കും, ആനന്ദത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ചിത്തിലേക്കുമാണ് ധ്യാനത്തിൻ്റെ പ്രയാണം. ധ്യാനമെന്ന് ഉദ്ദേശിക്കുമ്പോൾ സാറ് ചോദിച്ചതും ഞാൻ ഉദ്ദേശിക്കുന്നതും രണ്ടും രണ്ടാണ്. സാറ് ചോദിക്കുന്ന ധ്യാനമെന്ന് പറയുന്നത് ധ്യാന പദ്ധതികളിലൂടെയുള്ള ധാരണാധ്യാന സമാധി സ്വരൂപങ്ങളിലുള്ള കോൺസെൻട്രേഷൻ, കോണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ എന്ന് പറയുന്ന പടിപടിയായിട്ടുള്ള ഒരു മാർഗത്തെക്കുറിച്ചായിരിക്കാം സാറ് ചോദിച്ചത്. പക്ഷെ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് അതല്ല. എല്ലാ ഇൻ്റഗ്രേഷന് വേണ്ടിയുള്ള ആക്ടിവിറ്റികളിലും ഉദ്ഗ്രഥത്തിന് വേണ്ടിയുള്ള പ്രയാണങ്ങളിലും ശ്രമങ്ങളിലും
ധ്യാനം ഒളിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരാൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനകത്തൊരു ധ്യാനം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ഒരു കൃഷിക്കാരൻ ഭൂമിയിൽ ജോലി ചെയ്ത് ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്നതിനെ ധ്യാനമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടുവേലക്കാരി അവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ പോകുന്ന ആ കർമ്മത്തെ ധ്യാനമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ജീവസന്ധാരണത്തിന് വേണ്ടി മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നതായ എല്ലാ പ്രവർത്തനങ്ങളിലും ധ്യാനം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ധ്യാനം ആവശ്യമില്ല. അവൻ യോഗത്തിൻ്റെ മാർഗത്തിലല്ല, അവൻ ഭക്തിയുടെ മാർഗത്തിലാണ്. പക്ഷേ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ധ്യാനമുള്ളിടത്താണ് നന്നാവുന്നത്. കർമ്മസ്വരൂപത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതീയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കർമ്മമാർഗം എന്ന് പറഞ്ഞൊരു മാർഗം പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. ആ കർമ്മമാർഗത്തിൽ എവിടെയാണോ ഹോൾസമായിട്ട് മനസ്സ് ഏകാഗ്രമായിട്ട് സങ്കല്പിച്ച് ചെലുത്തിക്കൊണ്ട് ചെയ്യുന്ന കർമ്മം എവിടെ ഉണ്ടാകുന്നോ അവിടെയാണ് ആ കർമ്മത്തിൻ്റെ സാഫല്യം ഉണ്ടാകുന്നത്. ആ കർമ്മമാകട്ടെ ധ്യാനമാണ്. അപ്പം ഭക്തിയിലും ധ്യാനമുണ്ട്, കർമ്മത്തിലും ധ്യാനമുണ്ട്. ജ്ഞാനത്തിലുള്ള അനുസന്ധാനം അവിടെ ഏകാഗ്രതയോടുകൂടി മാത്രമേ അതിനകത്ത് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അവിടെയും ധ്യാനമുണ്ട്. ധ്യാനം എന്ന് പറയുന്ന മാർഗത്തിലും ധ്യാനമുണ്ട്. അപ്പം ഈ എല്ലാത്തിലും കൂടെ സമഗ്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ ചോദ്യത്തിന് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് ചിത്ഭാവത്തിലുള്ളവരെ കൊണ്ടുപോകുന്നു, ആനന്ദത്തിൽ നിന്ന് ആനന്ദഭാവത്തിൽ നിന്ന് ചിത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് മീരാബായി സ്ത്രൈണമായിരിക്കുന്ന നർത്തനത്തിൽ നിന്ന്, കീർത്തനത്തിൽ നിന്ന് അവരുടെ പുരുഷത്വത്തിലേക്കുള്ള ബോധത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. നേരെ മറിച്ച് സിദ്ധാർത്ഥ ഗൗതമൻ പുരുഷത്വം നിറഞ്ഞ അന്വേഷണത്തിൽ നിന്ന് മാനസികമായ യുദ്ധത്തിലൂടെ മുകളിലേക്ക് പോയി സ്ത്രൈണമായിരിക്കുന്ന കരുണയിലേക്ക് വരുന്നത്. അവിടെ തിരിച്ച് ഇറങ്ങി വരികയാണ്. ഒരമ്മയുടെ കരുണയോടുകൂടി ജനപദങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നു. അദ്ദേഹം സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്ന കരുണാരഹിതനായിരുന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വേറൊരു താല്പര്യവുമില്ലായിരുന്നു. ഇന്ന് ഞാൻ മഞ്ജു ജയശീലിൻ്റെ ഒരു പോസ്റ്റ് വായിക്കുകയുണ്ടായി. ഈ വളരെ സന്തോഷമായിട്ട് തോന്നി. 2 കാക്കകൾ കൊക്കുരുമി സന്തോഷമായിട്ടിരിക്കുന്നു. വിളാവിവശായി മറ്റേ കാക്ക ഇരുന്ന് കൊടുക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് ആൺകാക്ക അങ്ങ് പറന്നുപോയി. പുരുഷന്മാരെല്ലാവരും ഇങ്ങനെയാണല്ലേ എന്ന് ചോദിച്ച് അത് നിർത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു പോസ്റ്റായിരുന്നു. ഈ പുരുഷത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആനന്ദത്തിൽ നിന്ന് അവർ വിട്ടുമാറിക്കൊണ്ടിരിക്കുക. ആനന്ദാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അതിൽ നിന്ന് വിഡ്രോൺ ആവും അവർ. ഇതാണ് പുരുഷത്വത്തിൻ്റെ ലക്ഷണവും. സൈനതയിൽ നേരെ തിരിച്ചാണ്. ആനന്ദാനുഭവങ്ങളിൽ മുഴുകിക്കിടക്കുന്നേ ഉള്ളൂ, അതിൽ നിന്ന് വിട്ടുമാറുന്നതേ ഇല്ല. അപ്പം അതിനെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. ഈ 2 ഭാവങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ മറുഭാവത്തിലേക്ക് നടന്നു കയറുന്നു ധ്യാനത്തിലൂടെ. അതായത് ആ ഉദ്ഗ്രഥത്തിന് വേണ്ടിയുള്ള ഏത് വഴിയിൽ ആയാൽ തന്നെയും അതിൽ ഇതാണ് സംഭവിക്കുന്നതെന്നേ സൂചിപ്പിച്ചുള്ളൂ. എന്നാൽ ധ്യാനമാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അറിവിലേക്കുള്ള മാർഗം തന്നെയാണ്, ചിത്ഭാവത്തിലേക്കുള്ള മാർഗം തന്നെയാണ്. കാരണം ആനന്ദത്തിലേക്കുള്ള മാർഗമല്ല, അത് പൗരുഷം നിറഞ്ഞൊരു മാർഗം തന്നെയാണ്. അതൊരു യുദ്ധം തന്നെയാണ്, മനസ്സിനോടുള്ള യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ധ്യാനമാർഗം, പാത്ത് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടൊരു പാത്ത് ഓഫ് മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പൗരുഷമായിരിക്കുന്ന മാർഗമാണ്. അതുകൊണ്ടത് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നതാണ്, തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നതാണ്. ആനന്ദത്തിൽ വ്യാപൃതനായിരിക്കുന്ന എന്നെ വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിച്ച് എൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നതത്രേ ധ്യാനം.
നന്ദി.